കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ ഇഡി കസ്റ്റഡിയിൽ വിട്ടു. 7 ദിവസത്തെ ഇഡി കസ്റ്റഡിയിലാണ് ഗുരുഗ്രാമിലെ കോടതി അനുവദിച്ചത്. ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ ഇഡി അറസ്റ്റ് ചെയ്തത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഈ പഞ്ചാബിലെ പല പ്രശ്നങ്ങളുമുണ്ട്, അതിനിടയിൽ ഈ ഇഡി അറസ്റ്റ്, ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ കഴിഞ്ഞ ദിവസമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ സഞ്ജീവ് അറോറ ഇപ്പോൾ 7 ദിവസത്തെ ഇഡി കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുന്നു. 10 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രധാനമായും ഇഡി ആവശ്യപ്പെട്ടെങ്കിലും 7 ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇഡി ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ മൊബൈൽ ഫോൺ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് GSTയുടെ വ്യാജ ഇൻവോയ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 100 കോടിയിലധികം രൂപ സഞ്ജീവ് അറോറയും കമ്പനിയും തട്ടിയെടുത്തു എന്നതാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും തെളിവുകളടക്കം സഞ്ജീവ് അറോറയ്ക്കെതിരെ ഉണ്ട് എന്നതാണ് ഇഡി ചൂണ്ടിക്കാണിക്കുകയും. എന്തായാലും ഈ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ രാഷ്ട്രീയ പ്രേരിതമെന്നതാണ് പഞ്ചാബ് സർക്കാരും ആം ആദ്മി പാർട്ടി അടക്കം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകളെ അട്ടിമറിക്കുവാനാണ് ഇപ്പോൾ BJPയുടെ ശ്രമം എന്ന ആരോപണം കൂടി ശക്തമായിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.